ഇതാണ് ചില്ലി ക്യാബേജ്. റെസിപ്പിക്ക് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ ക്യാബേജിൻ്റെ ഒരു ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്കറിയാവുന്നത് ക്യാബേജ് ഉപ്പേരി, പിന്നെയുള്ളത് ഫ്രൈഡ് റൈസിൽ ക്യാബേജ് ഇടും, സാലഡിൽ ക്യാബേജ് ഇടും. ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ നമുക്ക് ക്യാബേജ് കൊണ്ട് വേറെ ഒരു കറി ഉണ്ടാക്കാൻ നമുക്കറിയില്ല. അവിടെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഞാനൊരു ക്യാബേജിൻ്റെ ഒരു കാൽ ഭാഗത്തോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതാക്കി അരിയുന്നത് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ള. ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയാം. ഞാനതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടു, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂണോളം ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫ് മസാല ഉപയോഗിക്കാം, പക്ഷെ ഗരം മസാല ഉപയോഗിക്കാതിരിക്കുകയാണോ. ഗരം മസാല ഇതിൽ സ്വാദുണ്ടാവില്ല. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു, ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂട്ടും. ഇത്രയും പൊടികളിട്ട ശേഷം ഞാനിതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇടും. അല്പം വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കും. അധികം വെള്ളം ചേർക്കുന്നില്ല, അല്പം വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് യോജിപ്പിച്ചെടുക്കും. നന്നായി കുഴച്ചെടുക്കുക. ഇതാണ് ഞാൻ ചെറിയ കഷ്ണമായിട്ട് ക്യാബേജ് അരിയാൻ പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടിയും എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പൊടികളെല്ലാം കോട്ട് ചെയ്ത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിയാൻ പറഞ്ഞത്. ഇതല്പം ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഇത് കുഴയ്ക്കുന്നതോറും എത്തും. ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് മൈദമാവ് ഉപയോഗിക്കാം. എത്രയാണോ കോൺഫ്ലവർ എടുത്ത് അത്ര തന്നെ, അതായത് 3 സ്പൂണാണ് നമ്മൾ കോൺഫ്ലവർ എടുത്ത് 3 സ്പൂൺ തന്നെ മൈദമാവ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത്ര തന്നെ അരിപ്പൊടി ഉപയോഗിക്കും. മൈദമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോട്ടഡായിട്ട് കിട്ടും. അരിപ്പൊടിക്ക് അങ്ങനെ കോട്ടഡായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് വറക്കാനുള്ളതാണ്. വറക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാക്കാൻ ഈ അരിപ്പൊടി നിങ്ങൾക്ക് സഹായിക്കും. ഈ പച്ചമയം നമുക്ക് പൂർണ്ണമായിട്ടും പോകും. എല്ലാ സ്ഥലത്തും ഈ അരിപ്പൊടി ആയിന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുക്കും. ഇപ്പം മൊത്തം നമ്മൾ
4 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, 3 സ്പൂണ് അരിപ്പൊടി ഇട്ടു, കുറച്ച് വെള്ളപ്പൊടി ചേർത്ത് കൊടുക്കും. ആ വെള്ളം ചേർത്തിട്ട് നിങ്ങളുടെ കുഴിക്കുമ്പോൾ നിങ്ങളുടെ ആ പശമയം വീണ്ടും വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മുട്ട ഒഴിക്കാതെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം. നന്നായി കുഴച്ച ശേഷം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയിലായ ശേഷം ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കാം. അതിനുശേഷം അടുത്ത പണികൾ ചെയ്യാം. നമ്മൾ ചില്ലി ക്യാബേജ് തുടരുന്നു. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പരട്ടി വെച്ചിട്ടുള്ള ക്യാബേജ് ചെറിയ ഉണ്ടകളായിട്ട് മാറ്റും. കയ്യിൽ അല്പം വെള്ളം നനച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടകളാക്കിയിട്ട് മാറ്റാൻ പറ്റും. വലിയ ഉണ്ടകളാക്കണ്ട, ചെറിയ ഉണ്ടകളാക്കിയാൽ മതി. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാൻ ഇവിടെ പ്രത്യേക ഷേപ്പൊന്നും ആക്കുന്നില്ല, ഉണ്ടയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതൊരു ഇൻഡോ ചൈനീസ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കഴിയുന്നതും അടുത്ത് വയ്ക്കുക. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുക, വെളിച്ചെണ്ണയോ മണമുള്ള എണ്ണയോ ഒഴിക്കാതിരിക്കുക, നെയ്യ് അതുപോലെ സാധനങ്ങളൊക്കെ ഒഴിക്കാതിരിക്കുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് വറുത്തെടുക്കുക. ഷേപ്പ് നോക്കണം, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവസാനിക്കത്തേക്ക് ഉണ്ടയുടെ വലിപ്പം വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷേപ്പ് നോക്കണ്ട, ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കാം കേട്ടോ. അതിന് നമ്മൾ ഈ ഇത് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുന്നു കേട്ടോ. ഒന്ന് ചൂടായാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. എണ്ണ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മൂത്ത് വരും കേട്ടോ. ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലവറാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒട്ടിപ്പിടുത്തുണ്ടാവും. അത് എണ്ണയിൽ ഒന്ന് വറുത്ത് കഴിയുമ്പോൾ ആ ഒട്ടിപ്പിടുത്തം മാറുകയും ചെയ്യും. നല്ല ബ്രൗൺ കളറിലേക്ക് വരണം. ഇതിൽ അരിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയൊരു ക്രിസ്മസ് ഉണ്ടാവും കേട്ടോ. വറുത്തിട്ട് വരാം. അപ്പോൾ ക്യാബേജ് റോളുകൾ ഒന്ന് വറുത്തെടുത്തു. ഇതൊരു ഇൻഡോ ചൈനീസ് പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ തീ അതിനെ മാക്സിമത്തിൽ വയ്ക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു പകുതി സവോള പിന്നെ ഏത്തകളാക്കിയത്, ഒരു 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് തീയിലേക്കിടുക, എണ്ണയിലേക്കിടുക, ഒന്ന് ഇളക്കുക. ഇത് അധികം വേവൊന്നും വേണ്ട, ഒന്ന് മുരിഞ്ഞ് കിട്ടിയ അതിലേക്ക് ഒരു തക്കാളി ഡൈസാക്കിയത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ക്യാരറ്റ് ഇതിനകത്തേക്ക് ഇടാം. ഇതൊരു ചൈനീസ് സ്റ്റൈല് ആയതുകൊണ്ട് തന്നെ
തീ അതിൻ്റെ മാക്സിമത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇടുന്ന പൊടികളും സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എടുക്കാൻ പോകാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉപ്പിട്ടു ഇളക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇടുക. വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ഇടണ്ട. ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ടു. നന്നായി ഇളക്കുക. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഡൈസാക്കിയിട്ട് ഇതേപോലെ തന്നെ അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഈ ക്യാപ്സിക്കൊന്നും അധികം വേവേണ്ട കേട്ടോ, വെറുതെ ചൂടായാൽ മതി. കാരണം തീ മാക്സിമത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവും. ഇനി ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, ഒരു സ്പൂണ് സോയാ സോസ്, അല്പം വിനാഗിരി, വെള്ളം, ഒരു സ്പൂണ് പഞ്ചസാര, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, ഒരു സ്പൂണ് സോയാ സോസ്, ഏകദേശം ഒരു സ്പൂണോളം തന്നെ വെള്ളം, ഒരു സ്പൂണ് വിനാഗിരി, ഒരു സ്പൂണ് പഞ്ചസാര, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കുക. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. അധികം വെള്ളമൊന്നും വേണ്ട, അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഈ സോസ് വെച്ചതിൽ തന്നെ വെള്ളമുണ്ട്. ഒന്ന് ഇളക്കുക. ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇതിനകത്ത് ചേർക്കും. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ക്യാബേജ് ഉണ്ടത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഷേപ്പൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ എല്ലാ ഭാഗത്തും ആ സോസ് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീയെ ഒരു സ്ഥലത്തും നമ്മൾ കുറയ്ക്കുന്നില്ല. തീ അതിൻ്റെ മാക്സിമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ടുള്ളതാണ്. ഇത് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഈ കറി ഒന്ന് കൊഴുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടി ഒഴിക്കുക. അങ്ങനെ 3 അല്ലെങ്കിൽ 4 സ്റ്റെപ്പായിട്ട് ഈ കോൺഫ്ലവർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇത് തണുക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുകും. അപ്പം അതുകൊണ്ട് ഇത് ചൂടോടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ 3 ആയിട്ട് കൊടുക്കും. ഇതാണ് കാബേജ്, ചില്ലി കാബേജ് എന്ന് പറയുന്ന സാധനം. ഒന്ന് ഇളക്കുക. കൂടുതൽ ഇളക്കരുത്. കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് കുറുകും. ഇത്രയുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അല്പം കുരുമുളക്, ഒരു 1/2 സ്പൂണ് കുരുമുളക് ഇടുക. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അല്പം മല്ലിയില വിതറി കൊടുക്കുക. ഇത് ഈ
ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തൊക്കെയുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് തന്നെ അത് ചൂടോടക്കിനെ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത്രമായി കഴിഞ്ഞാൽ അത് അടച്ചു. ഇതാണ് ഒരു ചില്ലി ക്യാബേജ് ഉണ്ടാക്കാനുള്ള മാർഗം.